ഹായ് ഗൈസ്, ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ലവ് സ്റ്റോറിയെക്കുറിച്ച് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലവ് സ്റ്റോറിയെക്കുറിച്ച് പറയാൻ വന്നതാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ എന്നെക്കാട്ടിലും ചെറുതാണ് കേട്ടോ. എനിക്ക് അതിനൊന്നും പ്രശ്നമില്ല, ആൾ ചെറുതാണ് എന്നെക്കാട്ടിലും. അപ്പോൾ നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നോട്ടാണ് സ്നേഹിക്കുന്ന പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് തുടക്കം തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന അവിടെ വെച്ചാണ് കേട്ടോ. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂരിലേക്ക് ഒരു നാടകത്തിന് സ്കൂളിൽ വക നമ്മളെ കൊണ്ടുപോയിരുന്നായിരുന്നു. ബാംഗ്ലൂരിലേക്ക് നാടകം അഭിനയിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നല്ല ചുമണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ പിന്നെ പോകുന്ന ഡൽഹിയിലേക്കാണ് കേട്ടോ. ഡൽഹിയിലേക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ടിൻ്റെ ഇതിലാണ് ഞാൻ പോകുന്നത്. അവൾ പറഞ്ഞിട്ടാണ്, അവളിങ്ങനൊരു പ്രോഗ്രാമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. ജനുവരി 26 പ്രോഗ്രാമായിരുന്നു. അപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് പോയ സമയത്ത് ഞങ്ങൾ കുറച്ച് പേര് അവിടെയായിരുന്നു, ടെൻറ്റിലായിരുന്നു. ഞങ്ങൾ 5 പേര് മാത്രം ഡൽഹി ഗസ്റ്റ് ഹൗസിലായിരുന്നു. ലക്ഷദ്വീപ് ഡൽഹി ഗസ്റ്റ് ഹൗസിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ 5 പേരാണ്. ഞങ്ങൾക്ക് അറിയില്ല, വേറെ നാട്ടുകാരാണ് കേട്ടോ. അപ്പോൾ വരുന്ന ഏറ്റവും ഇളയെന്ന് പറയുമ്പോൾ ഞാനാണ്. അവർക്കൊക്കെ 24-25 വയസ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നു എല്ലാവർക്കും. എനിക്ക് ആ സമയത്ത് 14 വയസ്സേ ഉണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു എനിക്ക് 15 വയസ്സാണ്. എനിക്ക് ജനുവരി 25 എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എനിക്ക് അവിടെ നിന്നാണ് എത്ര വയസ്സായാണ് പിന്നെ എല്ലാവരും പരിചയപ്പെട്ടപ്പോൾ നല്ല സ്വഭാവമായിരുന്നു അവരൊക്കെ. പിന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫ്രണ്ടായല്ലോ. ഒരു മാസം 1.5 മാസം വരെ എനിക്ക് അവിടെ നിൽക്കേണ്ട വന്നു. പിന്നെ സ്കൂളിലൊക്കെ കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ടുണ്ടായി പോയിട്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, എന്തായാലും അടുത്ത വീഡിയോയിൽ എന്തായാലും പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഞാൻ ആ സമയത്ത് അവിടെ നിന്ന് എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു, ഇഷ്ടം ഉണ്ടായിരുന്നു. അവനുണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. അവിടെ നിന്നൊരു ഹിന്ദിക്കാരനായിരുന്നു, രോഹിത് റഗ്വർസി എന്നാണ് പേര്. അപ്പോൾ അവിടെ നിന്നൊരു ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പോയി. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ ബാക്കിൽ, അതൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം അതിനെക്കുറിച്ച്. എന്നിട്ട് പിന്നെ ആ സമയത്തായിരുന്നു അവനും ഉപയോഗിത് ഫോൺ വിളിക്കുന്നു ഒരു ദിവസം. അപ്പോൾ ഇത്തത്തെ ബാത്റൂമിൽ പോയ സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോൺ എടുത്തപ്പോൾ എനിക്ക് കേൾക്കണത് ആ പെൺകുട്ടികളുടെ സൗണ്ട് തന്നെ കേൾക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഒരു പെൺകുട്ടിയാണ് വിളിച്ചത്, ആരാന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല ഞാൻ പെൺകുട്ടിയല്ല, ആൺകുട്ടിയാണ്. ഞാൻ പിന്നെ കട്ടാക്കി. ഞാൻ പറഞ്ഞു പിന്നെ ഒരു പെൺകുട്ടിയാണ് വിളിച്ചതാണ്. ഇതാ വിളിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ വിളിച്ചതില്ല, അത് ഉബൈദ് എന്ന് പറഞ്ഞ എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്, ഉബൈദ് എന്ന് പറയുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവൻ എന്നെ ചോദിക്കും അപ്പം ഞാൻ ഇക്കാക്കാന്നാണ് വിളിക്കുക, മൂത്തോനെന്നാണ് വിളിക്കുക. ഞങ്ങളുടെ അവിടെ മൂത്തോനെന്ന് പറയും, മൂത്തോനെന്നാണ് കേട്ടോ വിളിക്കുക. അങ്ങനെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇറങ്ങണ സമയം, ഞാനെന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല അപ്പോൾ സമയത്ത് ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു, നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ട്രെയിനിൽ കയറി ഇറങ്ങണ സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ചെറിയ ചെക്കൻ വന്ന് നിൽക്കുക. എന്നിട്ട് ഇത് അപ്പോൾ എന്നെ താത്തനോട് വന്നിട്ട് വർത്താനം പറയാം. ഞാൻ ബാഗ് എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ, ട്രെയിനിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങണ അതിൻ്റെ തിരക്കിലായിരുന്നു. നോക്കുന്ന സമയത്ത് ഒരു ചെറിയ ചെക്കൻ നിന്നിട്ട് വർത്താനം. അപ്പം ഞാൻ പറഞ്ഞത് ആരാന്ന് വെച്ചാൽ, ഇതാണ് ഉബൈദ്, ഇതാ നീ പറഞ്ഞ ഫർഹാന എന്ന് പറഞ്ഞു. എൻ്റെ മേലതായിട്ട് നോക്കാം, നല്ല ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതേ മൂത്തോനെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചത് എൻ്റെ അനിയനെ പോലെ ഉണ്ടല്ലോ. അപ്പോൾ കാണുമ്പോൾ ചെറിയ മുഖം, നിങ്ങളെ വീഡിയോയിലൊക്കെ കാണും എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖം. ഇപ്പോഴും പ്രായം തോന്നുന്നില്ല, ഒരു ചെറിയ വയസ്സുമായിട്ടില്ല, 23 വയസ്സായിട്ടുള്ളൂ. 24ലേക്ക് കിടക്കാൻ പോവാണ് കേട്ടോ. അവൾ മുഖം കാണുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയാൽ മതി, ചെറിയ കുട്ടികളെ പോലെ. അപ്പോൾ ഫാമിലിയിലെ എല്ലാവരും ചെറിയ കുട്ടികളെ പോലത്തെ മുഖം പോലത്തെ ആൾക്കാർ, പ്രായം തോന്നിക്കുന്നില്ല. അങ്ങനെ ഞാൻ ഒരു ഇതെന്താ ചെറിയ കുട്ടിയോ, ഇവനാണോ ഞാൻ മൂത്തനെന്ന് വിളിച്ചത്.
എന്നിട്ട് അത് പറഞ്ഞിട്ട് ഇതാണ് എന്നെ കളിയാക്കി, ഇതാണോ മറ്റേ അനിയത്തി എന്ന് വിളിച്ചത്, ഇത്ര ഹൈറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കി. ഞാനങ്ങോട്ട് കളിയാക്കി കൊടുത്തു. എന്നിട്ട് നമ്മളത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കോട് അല്ല കൊച്ചി ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന സമയത്ത് മറ്റേ ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസ് ഉണ്ട് കൊച്ചി. അപ്പോൾ അവിടെ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ നിന്ന് ഷിപ്പിൽ ടിക്കറ്റ് കിട്ടുമ്പോൾ അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറഞ്ഞ് അതിന് വന്നിട്ട് പറയാണ്, എൻ്റെ ആ ഇത്താത്ത എന്നോട് വന്നിട്ട് പറയാണ്, മറ്റേ ആ കുട്ടിക്ക് നിൻ്റെ നമ്പർ വേണമെന്ന് പറഞ്ഞിട്ട് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാനപ്പോൾ കുറേ തെറി വിളിച്ചത്, പിന്നെന്തിനാ എൻ്റെ നമ്പർ എൻ്റെ എടുക്കാൻ, എനിക്കങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ല വഴക്ക് പറഞ്ഞു, നമ്പറും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആയിട്ട് ഞാൻ നല്ലവണ്ണം വഴക്ക് പറഞ്ഞു. ഞാൻ എന്നിട്ട് കുറേ തെറി വിളിച്ച് അവനോട് പോയി പണി നോക്കാൻ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്നിട്ട് പോകാൻ നോക്കിയില്ല കേട്ടോ. ഞാൻ എത്താത്തനോട് പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആയി. ഞാനത് കഴിഞ്ഞല്ലോ. പിന്നെ ഒരു ദിവസം ഞങ്ങൾ സാധനം എടുക്കാനായിട്ട് പോയ സമയത്ത് അവൻ വരുന്നുണ്ട്. വരുന്ന സമയത്ത് അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ വന്നാൽ മറ്റേ ഇതിന്. അപ്പോൾ ഞാൻ ഷൂ ഒക്കെ ഇട്ടിട്ട് പാനൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ പീന്ന് വിളിച്ചിട്ട് തത്തമ്മൻ്റെ ഇതില്ലേ. എനിക്കപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു, പീന്ന് വിളിച്ചിട്ട് വെച്ചേക്കുന്ന തത്തമ്മൻ്റെ ഇത്. പീന്ന് വിളിച്ച് വരുന്നത് എന്നെ വെറുതെ വന്നിട്ട് കളിയാക്കാം, വന്നിട്ട് ഇങ്ങനെ കളിയാക്കി, ഈ ചെറിയ കുട്ടികളാണ് അങ്ങനെ ഇങ്ങനെ. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങോട്ട് നല്ല പറഞ്ഞിട്ട് എന്നിട്ട് പോയി പിന്നെ ദ്വീപിലൊക്കെ എത്തിയല്ലോ, നാട്ടിൽ പോയി എത്തി. അങ്ങനെ കുറേ ഞാൻ +1 ജയിച്ച്. അങ്ങനെ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, ബൈ.